യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷേനെ നന്ദിയോടെ വാഴ്ത്തുന്നു 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 സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന. സ്തോത്രം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മെ അതിശയമായിട്ട് അത്ഭുതമായിട്ട് നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് ഞങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന. സ്തോത്രം. അതേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ കൈവിടാത്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, ഈ നിമിഷം വരെ നമ്മെ നടത്തിയ എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിന് ഓർത്ത് നന്ദിയോടെ ആയിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തെ ചിന്തയ്ക്കായിട്ട് കടന്നു വരാം. സ്തോത്രം. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നാം തനിച്ചല്ല, യേശു കർത്താവ് കൂടെയുണ്ട്. പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥകളിൽ നമുക്ക് തോന്നിയിരിക്കാം നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, എനിക്ക് സഹായത്തിന് ആരുമില്ലല്ലോ എന്നൊക്കെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. നാം തനിച്ചല്ല, നമ്മെ തനിച്ചു വിടുന്ന കർത്താവല്ല. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ആ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതനോട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും, കൂരിന്റെ അനുഭവങ്ങളിലും, നിന്റെ രോഗത്തിന്റെ അനുഭവത്തിലാകട്ടെ, നിന്റെ ഹൃദയ വേദനയുടെ നടുവിലായിക്കൊള്ളട്ടെ, എന്റെ യേശു കർത്താവ് കൂടെ ഇരിക്കും. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 20-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു, ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഇരിക്കുമെന്നല്ല, നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ സഹോദരങ്ങളോ, നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മോട് കൂടെ ഇരിക്കുമെന്നല്ല ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുക, ഞാനോ ഹല്ലേലൂയ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. സ്തോത്ര. ഒരു ഉറപ്പ് കാണുമോ? മനുഷ്യർ ചിലപ്പോൾ പറഞ്ഞിരിക്കും, നിന്റെ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഞാൻ കാണുമായിരിക്കാം, ഞാൻ ആ സാഹചര്യത്തിൽ നിന്നോടൊപ്പം കാണുമായിരിക്കും എന്നൊക്കെ ഒരു ഉറപ്പില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ ഇവിടെ യേശു കർത്താവ് നമ്മോട് പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ഹല്ലേലൂയ നീ തനിച്ചല്ല, നിന്നോട് കൂടെ യേശു കർത്താവ് കൂടെയുണ്ട്. നിന്റെ കരം പിടിച്ച കർത്താവ് കൂടെയുണ്ട്. നിന്നെ വഴി നടത്തുവാൻ മതിയായ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. നീ കർത്താവിൽ ബലപ്പെട്ട് ധൈര്യമായിട്ട് ഇരിക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ ബലഹീനരായി തീർന്നു കൊള്ളട്ടെ. ദരിദ്രനോ പാവപ്പെട്ടവരോ പ്രാധാന്യമില്ലാത്തവരോ നിങ്ങളുടെ സ്ഥിതികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇവിടെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. നിങ്ങളുടെ പരീക്ഷകളെയും പരിശോധനകളെയും അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായി തീരാ. നിങ്ങളെ കർത്താവ് തനിച്ച് വിടുകയില്ല എന്ന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശോധനകളിലും കഷ്ടങ്ങളിലും അവൻ നിങ്ങളെ കരുണയോടെ സ്തോത്രം നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരാ. പരീക്ഷാഘട്ടങ്ങളെ ജയിക്കുവാൻ, പ്രലോഭനങ്ങളെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം നിങ്ങളുടെ മേൽ പകർന്നു തന്ന് ദൈവം നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഓരോ പ്രശ്നങ്ങളുടെ നടുവിലും പ്രിയ ദൈവമക്കളെ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ. സ്തോത്രം.
നമ്മൾ ബലഹീനരായിത്തീരാം, നാം അശക്തരായിത്തീരാം, നാം ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെയും സ്തോത്രം കർത്താവിന്റെ കൃപ ഹല്ലേലൂയ നമ്മുടെ മേൽ പകർന്ന് തന്ന് അതിനെ ജയിക്കുവാൻ ആവശ്യമായ, അതിനെ ഓവർകം ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ടിടയായിത്തീരാം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് അവസ്ഥയുടെ മധ്യത്തിലാ പ്രിയ ദൈവ പൈതലേ, നീ തനിച്ചല്ല. സ്തോത്ര ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിന്നെ കരം പിടിച്ച കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിന്റെ രോഗശയ്യ ചിലപ്പോൾ അടുത്ത് ആരും കാണത്തില്ലായിരിക്കാം. സ്തോത്ര. പക്ഷെ രോഗശയ്യയിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ ഇരിക്കുന്ന കർത്താവ്, നിന്റെ പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോ ചുറ്റുപാടും ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കും. സ്തോത്രം. ആരെങ്കിലും സഹായിക്കാനായിട്ടുണ്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടോ എന്നൊക്കെ നാം പലപ്പോഴും തിരിഞ്ഞു നോക്കുന്ന അനുഭവങ്ങൾ കാണും. പക്ഷേ ആരെയും കാണാതെ ഇരിക്കുമ്പോഴും സ്തോത്ര ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കുന്ന യേശു കർത്താവ് ഹല്ലേലൂയ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നീ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അതിന്റെ മേൽ കർത്താവ് നിന്റെ കൂടെ ഇരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതം. ഞാൻ തനിച്ചല്ല ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുന്നത്, ഈ വഴി യാത്ര, ഈ ജീവിത യാത്ര ഞാൻ തനിച്ചല്ല എന്ന ഒരു ബോധ്യം നിന്റെ ജീവിതത്തിനകത്ത്, ഒരു ഉറപ്പ് നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, കാറ്റും കോളും ഒക്കെ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ നീ തകർന്നു പോകുകയില്ല. സ്തോത്ര ഹല്ലേലൂയ. നീ നിരാശപ്പെട്ടു പോകുകയില്ല. എന്റെ കൂടെ ആരുമില്ല, കർത്താവ് ഇല്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് സ്തോത്ര പലപ്പോഴും നാം തകർന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്, നിരാശപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങോട് കൂടെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്തോത്രം. നിങ്ങളുടെ തലമുറയുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് കൂടെയുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദൈവം നമ്മെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളെന്ന് തോന്നിയിരിക്കാം. സ്തോത്രം. ഞാൻ തനിച്ചാണല്ലോ എന്നൊക്കെ ഉള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിന്റെ നടുവിലും സ്തോത്രം ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ അനേക സാഹചര്യങ്ങള് എന്റെ കർത്താവിന്റെ കരം ഓരോരുത്തരെയും ബലപ്പെടുത്തി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇസബേൽ എന്ന സ്ത്രീയുടെ ഒരു വാക്കിന്റെ മുമ്പേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഏലിയാവ് ഒതുങ്ങുവാനായിട്ട് ഇടയായി തീർന്നപ്പോ, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതനെ അയച്ചിട്ട് അവന് വേണ്ടത് കൊടുത്തിട്ട്, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നിനക്ക് ദൂരെ യാത്രയുണ്ടെന്ന് പറഞ്ഞ് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് വിട്ട ഒരു കർത്താവ്. പ്രിയ ദൈവ പൈതലെ, മാനുഷിക വാക്കുകളെ നിന്നെ തളർത്തി കളഞ്ഞിരിക്കാം, പലയിടത്തും ഒതുക്കി ഇരുത്തുവാൻ നോക്കുമ്പോഴും അവിടെ നിന്ന് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് ഈ പകൽക്കാലം. സ്തോത്ര ഹല്ലേലൂയ. ഇപ്പൊ ചില മാനുഷിക വാക്കുകൾ നിന്നെ തളർത്തി കളഞ്ഞ് കാണുമായിരിക്കാം, പലയിടത്തും ഒതുക്കി വച്ച് കാണുമായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ വന്ന് തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കെ. സ്തോത്ര ഹല്ലേലൂയ. നീ അവിടെ കൊണ്ട് തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ജോസഫിന് ദൈവം സ്വപ്നം കൊടുത്തു. ആ സ്വപ്നത്തിന്റെ ഫലമായിട്ട് തനിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ പ്രതിസന്ധി കൂടി കടന്നുപോയി. പക്ഷേ തിരുവചനത്തുടനീളം നമുക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്ന്. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ പകരപ്പെട്ട സ്വപ്ന മുഖാന്തര, നിന്റെ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ട ദർശന മുഖാന്തരമായിട്ട് നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. സ്തോത്ര. നിന്നെ മാറ്റി നിർത്തിയെന്നിരിക്കാം. സ്തോത്ര. നിന്നെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചെന്നിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഒന്നിനും ഏൽപ്പിച്ചു കൊടുക്കാതവണ നിന്റെ കൂടെ ഇരുന്ന്. സ്തോത്രം. നിന്റെ മേൽ പകർന്നു തന്ന സ്വപ്നവും നിന്റെ മേൽ പകർന്നു തന്ന ദർശനവും നിന്റെ മേൽ കൈമാറിയ ദൈവിക
അരുളപ്പാടുകളെ നിറവേറ്റി തന്ന് നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ സ്തോത്ര സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കും. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്ന സ്തോത്രം, നീ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് അവിടെ കണ്ടത്. സ്തോത്ര, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ മീതെ കവിയല്ല. നീ തീ കൂടി നടന്നോ വെന്തു പോകുകയല്ല. അഗ്നിച്ചോല നിന്നെ ദഹിപ്പിക്കല്ല. പ്രിയതേ മക്കളെ സ്തോത്രം, ഈ പകൽക്കാലം ആ ഒരു ഉറപ്പ് സ്തോത്രം, നിന്നെ ഒന്നിന് ദഹിപ്പിക്കുവാനോ, നീ ഒന്നിനകത്ത് വെന്തു പോകുവാനോ, നീ ഒന്നിനകത്ത് മുങ്ങിപ്പോകുവാനോ എന്റെ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. എബ്രായർ ബാലന്മാർ തീക്കകത്ത് വീണപ്പോ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവപുത്രന് തുല്യൻ ആയവനെ അതിനകത്ത് ഇറക്കി ആ തീയുടെ ഗന്ധം പോലും അവരുടെ മേൽ ഏൽക്കാതെ വേണം സൂക്ഷിച്ച് പരിപാലിച്ച കർത്താവിന്റെ കരമായി ഈ പകൽക്കാലം നിന്നെയും തൊടുന്നത്. സ്തോത്ര ഹല്ലേലൂയ. തീയാണെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു കർത്താവല്ല. അതെ, ഞാൻ കൂടെ ഇറങ്ങിയ പൊള്ളുമെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. ലോകാവസാനത്തോളം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്ര, പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരുമ്പോ കൂടെ ഇരിക്കുന്നവർ മാറിപ്പോകും. പക്ഷേ അവിടെ സ്തോത്ര അവർ മാറിപ്പോകുമ്പോ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, നിന്റെ ചാരത്ത് ഇണങ്ങി വരുന്ന ഒരു കർത്താവ്, ലോകം നിന്നെ കൈവിട്ട് കളയുമ്പോ, ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോ, പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്നെ ചേർത്തണയ്ക്കുന്ന രണ്ട് കരങ്ങളുണ്ട്. സ്തോത്ര, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന രണ്ട് കരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ തനിച്ചല്ല. നിന്റെ ജീവിത യാത്രയിൽ നിന്റെ കൂടെ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സിംഹത്തിന്റെ കുഴി ദാനിയേലിനെ ഇടുമ്പോഴും സ്തോത്രം, സിംഹത്തിന്റെ വായെ അടപ്പിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചുവെങ്കിൽ സ്തോത്ര ഹല്ലേലൂയ. അതെ, അടയ്ക്കേണ്ടതിന് വേണ്ടി, ചിലർ നിനക്ക് കേട് വരുത്താതെ ഇരിക്കേണ്ടതിന് വേണ്ടി നിനക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. പ്രിയതേ മക്കളെ, അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നീ തനിച്ചല്ല. നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയുടെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരും നിന്നോട് സംസാരിക്കേണ്ടതിനെ. നീ ആയിരിക്കുന്ന രോഗത്തിന്റെ അനുഭവത്തിൽ ഹല്ലേലൂയ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട്, നിന്നെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് കർത്താവ് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. തിരുവചനത്തെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവനെ സ്തോത്രം ജനത്തിന്റെ മുമ്പാകെ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളുടെ നടുവിൽ ഉറങ്ങുമ്പോഴും കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായിക്കൊണ്ട് സ്തോത്രം, അതേ സ്തോത്രം, 1-ാം വാതിലും 2-ാം വാതിലും തുറന്ന് 3-ാം വാതിൽ സ്വതവേ തുറന്ന് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് എത്തിച്ചുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം. ചിലയിടത്തേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള യാതൊരു സാഹചര്യമില്ലായിരിക്കാം. അതേ സ്തോത്രം, നിനക്ക് എല്ലാം അവിടെ കൊണ്ട് തീരുമെന്ന് തോന്നുന്ന സാഹചര്യത്തിലും നിന്നെ തളർത്തി കളയാതെ വണ്ണം ഹല്ലേലൂയ. അതേ സ്തോത്രം, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കകത്തുനിന്ന് വിടിവിക്കുന്ന ഒരു കർത്താവ്, നിനക്ക് ചിലതൊക്കെ വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞ് അത് കാണുവാൻ നോക്കി നിൽക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം. നിന്റെ തലമുറയുടെ പരാജയങ്ങൾ കാണാൻ നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം. സ്തോത്രം, നീ ഇവിടെ കൊണ്ട് തീരും, ഈ പ്രശ്നം നിന്നെ മുക്കിക്കളയുമെന്ന് പറയുമ്പോഴും സ്തോത്ര ഹല്ലേലൂയ, അതേ കർത്താവ് നിന്റെ കൂടെ ഇരുന്ന് ദൈവം നിന്നെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം, അതേ മനസ്സിന് വേണ്ട ഉറപ്പും ധൈര്യവും ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ പകൽക്കാലം, പ്രിയ ദൈവമക്കളെ, നിന്നെ സഹായിപ്പാൻ കഴിയുന്നൊരു ദൈവം, നിന്നെ താങ്ങുവാൻ കഴിയുന്നൊരു ദൈവം, നിന്നെ ശക്തീകരിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ തനിച്ചല്ല. സ്തോത്ര ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴം വർദ്ധിക്കുമ്പോ എന്റെ കർത്താവ് നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയത്തിന്. നിന്റെ ഹൃദയത്തിന്റെ വേദന ആരും അറിയുന്നില്ലായിരിക്കാം.
ഈ പ്രഭാതത്തിൽ നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ കാഠിന്യം എന്തെന്ന് ആരും അറിയാതിരിക്കുമ്പോഴും ആ വിഷയത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ വിഷയത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പോലും നമുക്ക് പോലും അറിയാതിരിക്കുമ്പോഴും അതിനെ അറിയുന്ന ഒരു കർത്താവ്, ആരംഭത്തെ അറിയുന്ന കർത്താവ്, അതിന്റെ അവസാനത്തെയും അറിയുന്ന കർത്താവ്. എത്ര സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ പത്രോസ്, ഹല്ലേലൂയ, പൗലോസ് ആശ നശിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷകൾ ജീവിതത്തിൽ ആശ ഏറ്റുപോകുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ, നിന്റെ തലേന്ന് രോമം തൊഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല, നിന്റെ കൂടെ ഉള്ളവർക്ക് ഒരു കേട് പറ്റാൻ അനുവദിക്കത്തില്ല. പ്രിയതേ മക്കളെ, സ്തോത്ര. സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും, എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല, ഇതെന്റെ അവസാന പോയിന്റ് ആണെന്നൊക്കെ പറയുമ്പോഴും സ്തോത്ര, ഹല്ലേലൂയ, പോയിന്റ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കർത്താവല്ല സ്തോത്ര, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു കർത്താവ്. എത്ര സ്തോത്രം. അതുകൊണ്ട് സ്തോത്ര, ഗദര ദേശത്തിലേക്ക് യേശു കർത്താവ് ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോഴും അതേ സ്തോത്ര, പടകി തിര തള്ളിക്കയറുമാറ് മുങ്ങുവാനായിട്ട് ഇടയായി തീർന്നപ്പോ കാറ്റും കോളും കണ്ടുകൊണ്ട് ശിഷ്യന്മാർ നിലവിളിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ യേശു കർത്താവ് ചോദിച്ച ഒരു ചോദ്യമേ ഉള്ളൂ. ഹല്ലേലൂയ. അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? സ്തോത്ര, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, കാറ്റും കോളുമൊക്കെയും നിന്റെ ജീവിത പടകിനകത്തേക്ക് ഇടിച്ചു കയറുവാൻ നോക്കിയിരിക്കാം സ്തോത്ര. തള്ളിക്കയറുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. എന്നാൽ അതിനെയൊക്കെയും സ്തോത്ര, ഹല്ലേലൂയ, അമർച്ച ചെയ്തുകൊണ്ട് അതിനെ അടക്കിക്കൊണ്ട് സ്തോത്രം, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ ഇരിക്കുന്നത്. നിന്റെ പടക് മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. തിരകൾ കടന്നു വന്നിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആടി ഉലയുന്ന കാറ്റുകൾ, ആടി ഉലച്ചു കളയുന്ന കാറ്റുകൾ ആഞ്ഞടിച്ചെന്നിരിക്കാം. പക്ഷേ തള്ളിക്കയറുന്ന, നീ എത്ര തന്നെ സ്തോത്ര സ്ട്രോങ് ആയി നിന്നാല് തള്ളിക്കയറുന്ന ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പാകെ കടന്നു വന്നിരിക്കാം. പക്ഷേ ആ പ്രശ്നത്തിനകത്ത് നീ തകർന്നു പോകാൻ ഇടയാകാത്തവണ്ണം, മുങ്ങിപ്പോകാൻ ഇടയാക്കാത്തവണ്ണം, ഹല്ലേലൂയ, അതിനെ ശാന്തമാക്കിക്കൊണ്ട് നിന്നെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമുള്ള, നിങ്ങളെ ഭീരുക്കളാകുവാൻ എന്ത്? ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, ഈ പകൽക്കാലം നമ്മുടെ മനസ്സിനകത്ത് ഒരു ഉറപ്പ് കൊടുക്കാൻ, ഞാൻ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, എന്റെ കൂടെ കർത്താവ് ഉണ്ട്. സ്തോത്ര. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, എന്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് എപ്പോൾ വെളിപ്പെട്ടു വരുമോ അവിടെ തൊട്ട് നിന്റെ ലൈഫ് മാറുവാനായിട്ട് ഇടയായിത്തീരുക. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നിന്നെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. ഈ പകൽക്കാലം അങ്ങനെ ഞാൻ വിളിച്ചു പറയട്ടെ, സകല ഭയങ്ങളിൽ നിന്ന്, സകല സംശയങ്ങളിൽ നിന്നും, സകല കഷ്ടതകളിൽ നിന്ന്, സകല ഹൃദയ വേദനകളിൽ നിന്ന്, സകല നിരാശകളിൽ നിന്നും സ്തോത്രം നമ്മെ വിടിവിക്കുന്ന ഒരു സർവശക്തനായ ദൈവ, ആ ഒരു അനുഭവത്തോടെ ഇരിക്കുന്ന, ഹല്ലേലൂയ, അത് ചിലപ്പോൾ ഹൃദയ തകർച്ചയോടായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്ന. സ്തോത്ര. ഈ കഷ്ടതയിൽ നിന്ന് എനിക്ക് വിടുവിക്കപ്പെടാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. കഷ്ടതയുടെ മൂർച്ഛന്റെ അനുഭവത്തിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്നത്. നിന്റെ ഹൃദയ വേദന ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്ന. അവരോട് പരിശുദ്ധാത്മാവിനെ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്, ചില വിഷയങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിന്നെ ഒത്തിരി തളർത്തിക്കളയുന്നുണ്ടായിരിക്കാം. അവരോട് പരിശുദ്ധാത്മാ ഞാൻ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞ അരുളി ചെയ്ത കർത്താവ്, നിന്നെ കൈവിടാത്ത കർത്താവ്, നിന്നെ ഉപേക്ഷിക്കാത്ത കർത്താവ് നിന്റെ കൂടെയുണ്ട്. പ്രിയ കുഞ്ഞെ, നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. നിന്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന സ്തോത്ര പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ സ്തോത്രം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിട്ടുകൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു കർത്താവ്
ഹല്ലേലൂയ, നിന്നെ കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, ഓരോ പ്രശ്നത്തിന്റെ മധ്യത്തില് നാം ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഒറ്റയ്ക്കാണല്ലോ കർത്താവേ, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ സ്തോത്രം, സാന്ത്വനമായിട്ട് ആശ്വാസമായിട്ട് ഹല്ലേലൂയ, നിന്റെ അരികത്ത് നിന്റെ ചാരത്ത് എന്റെ യേശു കർത്താവ് ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അതൊന്ന് കാണുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഒരിക്കൽ എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചത് ബാല്യക്കാരുടെ കണ്ണുകൾ തുറക്കുവാൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം, ഭയപ്പെടുവാനായിട്ടിടയായി തീർന്നപ്പോ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവന്റെ കണ്ണുകൾ ഒന്ന് തുറക്കണം. എന്തിനാ? തന്നോട് കൂടെ നിൽക്കുന്നത് ആരെന്ന് തിരിച്ചറിയുവാനായിട്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മോട് കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവനോട് കൂടെയുള്ളവനേക്കാൾ വലിയവൻ എത്ര. സ്തോത്രം. ആ ഒരു വചനം തന്നെ ധൈര്യപ്പെടാൻ നമുക്ക് മതി. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. ഈ ലോകത്തിലുള്ളവർക്ക് ആശ്രയിപ്പാൻ ഒത്തിരി പേര് കാണുമായിരിക്കാം, പക്ഷേ ആശ്രയം നിനക്ക് കർത്താവിൽ മാത്രം മതി. ഹല്ലേലൂയ. കാരണം എന്താ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായിരിക്കുന്ന ഒരു ദൈവം അത്രേ നമ്മോട് കൂടെ ഉള്ളത്. സ്തോത്രം. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും സ്തോത്രം, ഹല്ലേലൂയ, ആശ്വാസമായിട്ട് എന്റെ കർത്താവ് കൂടെയുണ്ട്. ജീവിതത്തിന്റെ ചില പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് നാം കർത്താവിനെ ആഴമായിട്ട് രുചിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുവാനായിട്ട് ഇടയെത്തുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയേ. അപ്പനും അമ്മയും ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും, ആരും കൂടെ ഇല്ലാതെ വനാന്തരത്തിലായിരുന്നപ്പോഴും, അതേ സ്തോത്ര, പല സ്തോത്ര സാഹചര്യങ്ങളും ജീവിതത്തിനെതിരെ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും, കുരുന്റെ അനുഭവത്തിന്റെ നടുവിലും സ്തോത്ര, ദൈവം കൂടെ ഇരുന്ന് അവനെ വഴി നടത്തി. സ്തോത്രം. ഒരു കേടും പറ്റാതെ ദൈവം അവനെ കാത്തു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നിന്റെ വൈശ്യമേ മേടുകളിൽ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, അതേ നിന്റെ കൂരിന്റെ അനുഭവത്തിൽ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, എന്റെ കർത്താവിനെ ഏറ്റവും അധികമായിട്ട് ഞാൻ രുചിച്ചറിഞ്ഞ, എന്റെ അപ്പന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ, പല സന്ദർഭങ്ങളുണ്ട്. അത് ഒരു സന്ദർഭത്തിലാണ് ഞാൻ എന്റെ യേശുപ്പച്ചനെ വാസ്തവമായിട്ട് ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഹചര്യത്തില് എന്റെ പച്ച കൈക്കകത്ത് സ്തോത്ര, ഒരു മെഡിസിൻ പോലും വയ്ക്കാതെ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്തോത്ര, എന്റെ വേദനയെ എന്റെ അപ്പൻ കാൽവരി ക്രൂശിൽ വഹിച്ചു എന്ന് യഥാർത്ഥമായി ഞാൻ അറിഞ്ഞ ഒരു ടൈമായിരുന്നു. സ്തോത്ര. കാരണം എന്താ? എന്റെ സ്റ്റിച്ച പച്ച മാംസത്തിനകത്ത് അവരെ സ്തോത്ര സ്റ്റിച്ച് ഇടുമ്പോഴും, പ്രിയ ദൈവ പൈതലേ, എന്റെ വേദന ഞാൻ അറിയാതവണ ആ കാൽവരി ക്രൂശിലെ ദർശനം എന്റെ മേൽ തന്നുകൊണ്ട്, ആ കൈകളിൽ ആണികൾ അടിക്കുന്ന ആ ദർശനം എന്റെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ട്, എന്റെ കർത്താവിന്റെ വേദനയെ മറന്നു കളയുവാനായിട്ട് ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മുടെ ചില രോഗത്തിന്റെ അനുഭവത്തിൽ, ചില പ്രതിസന്ധിയുടെ നടുവില് നമ്മെ ആർക്കും ഒരു മെഡിക്കലിനോ, ഒരു മെഡിക്കൽ റിപ്പോർട്ടിനോ, ഒരു ഡോക്ടറിനോ, നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളികൾക്കോ ആർക്കും തന്നെ നമ്മെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷെ അതിന്റെ മധ്യത്തിലും സ്തോത്ര, ഹല്ലേലൂയ, നിന്റെ വേദനകളെ എടുത്തു മാറ്റിക്കൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ ഇൻപമേറിയ സാന്നിധ്യം തന്ന, കർത്താവിന്റെ ആശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തന്നുകൊണ്ട് നിന്നെ ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നമുക്ക് പറയാൻ എളുപ്പമാണ്, നമ്മുടെ രോഗത്തെ കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. പ്രിയതേ മക്കളെ, സ്തോത്രം. ജീവിതത്തിൽ വാസ്തവമായി തിരിച്ചറിഞ്ഞ ഒരു ദൈവ പൈതന് പറയാൻ കഴിയും, നമ്മുടെ വേദനകൾ അവൻ വഹിച്ചു. ഹല്ലേലൂയ. ആ കൈകളിൽ ആണികൾ അടിക്കപ്പെട്ടത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട വേദനയ്ക്ക് വേണ്ടിയായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയതേ മക്കളെ, എന്നെ കർത്താവ് കൈവിട്ട് കളഞ്ഞോ എന്ന ചോദ്യങ്ങൾ ജീവിതത്തിന്റെ ചില വിഷയത്തിന് കടന്നു വരുമ്പോ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയില്ല. സ്തോത്ര. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്, ആ പാപത്തിന്റെ ഹല്ലേലൂയ വലിപ്പം നിമിത്തമായിട്ട് എന്റെ സ്തോത്ര, സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന പുത്രനെ കാൽവരി കൈവിട്ട് കളഞ്ഞോ. ആ ഒറ്റ നിമിഷത്തെ എന്റെ കർത്താവ് വിളിച്ചു, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? സ്തോത്ര. കൈവിടപ്പെട്ടതിന്റെ വേദന, ഒറ്റപ്പെട്ടതിന്റെ വേദന, തിരസ്കൃത
തിരസ്കരണത്തിന്റെ വേദന, ഏകാന്തത്തിന്റെ വേദനകൾ നന്നായി കാൽവരി ക്രൂശിൽ അനുഭവിച്ച കർത്താവിനെ ഈ പ്രഭാതത്തിൽ നിന്നോട് പറയാനായിട്ടുള്ളത്, നീ കടന്നു പോകുന്ന ഹൃദയത്തിന്റെ വേദനകളെ, നീ അനുഭവിക്കുന്ന ചില ഭയങ്ങളെ, നീ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ എന്റെ കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്റെ യേശു കർത്താവ് നിന്നെ കൈവിട്ട് കളയില്ല. എന്റെ യേശു കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളയുകയല്ല. എന്റെ യേശു കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. പ്രിയതേ മക്കളെ, ലോകം നിന്നെ തള്ളിക്കളയുമ്പോ എന്റെ അപ്പന്മാരോട് ചേർത്ത് പിടിക്കുക. ആ ഹല്ലേലൂയ വിലാപ്രത്ത് കുന്ത കൊണ്ട് കുത്തിയപ്പോ ആ മുറിപ്പാടുകൾ ഉണ്ടായെങ്കിൽ ആ മുറിപ്പാടിനുള്ളിലേക്ക് നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഹൃദയത്തിന്റെ സാന്ത്വനം നിനക്ക് തന്നുകൊണ്ട്, ആ ഹൃദയത്തിന്റെ സമാധാനം നിന്റെ മേൽ പകർന്നു തന്നുകൊണ്ട് നിന്നെ ജയത്തോടെ പുറത്തെടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന പ്രശ്നം, ഇന്ന് കടന്നു പോകുന്ന ചില വേദനകൾ നിന്നെ തകർക്കുവാനല്ല, അതിനകത്ത് എന്റെ കർത്താവുണ്ട് എന്ന് ദൈവം നിന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചില ഒറ്റപ്പെടലുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. നിന്റെ കൂടെ നിന്നവരൊക്കെ നിന്നെ കൈവിട്ട് കളഞ്ഞ അനുഭവത്തിലാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ കൂടെ കർത്താവുണ്ട് എന്ന് നിന്നെ വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ നിരാശപ്പെട്ടു പോകരുതേ. നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ഞാൻ പറഞ്ഞല്ലോ, സ്തോത്ര ഹല്ലേലൂയ, നിന്റെ ഏത് രോഗത്തിന്റെ അനുഭവത്തിലാകട്ടെ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ആയിക്കൊള്ളട്ടെ, നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലായിക്കൊള്ളട്ടെ, എന്റെ യേശു കർത്താവ് കൂടെയുണ്ട്. എന്റെ യേശു കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയില്ല. സ്തോത്ര. അതേ സ്തോത്രം. ഇവിടെ വചനത്തിൽ വായിച്ച വചനത്തിൽ കാണുന്നോ, ഞാനോ ലോക അവസാനത്തോളം ഹല്ലേലൂയ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ്, ഹല്ലേലൂയ, ആ ഒരു ധൈര്യം, സ്തോത്ര, ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നാം കൊണ്ടുവരിക. സ്തോത്ര. ഞാൻ ഒറ്റയ്ക്കല്ല. സ്തോത്ര. ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ ചില വിഷയത്തിനെ മധ്യ ഓവർകം ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ നിന്നെ കരം പിടിച്ച് അപ്പുറത്ത് എത്തിക്കേണ്ടതിന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒരു ഇടയൻ തന്റെ ആടുകളെ തോളിൽ ഏറ്റി ചുമന്ന് എത്തിക്കുന്നതോ പോലെ, ഹല്ലേലൂയ, പതുക്കെ ആടുകളെ കൊണ്ടെത്തിക്കുന്നത് പോലെ പ്രശ്നങ്ങളുടെ നടുവിൽ, സ്തോത്ര, ഹല്ലേലൂയ, കർത്താവ് നിന്നെ എത്തിക്കുവാനായിട്ടിടയായിത്തീരുക. മനുഷ്യർക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുത്തുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ആര് കൂടെ ഇല്ല എങ്കിലും, സ്തോത്ര, ഹല്ലേലൂയ, അത് എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞിരുന്ന ഇരിക്കട്ടെ, പക്ഷെ എന്റെ യേശു കർത്താവ് നിന്നെ തള്ളിക്കളയുകയല്ല. യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ്, ആ ഒരു ബലം, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നിരാശയുടെ അനുഭവങ്ങൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് എടുത്തു മാറ്റുകയാ. സ്തോത്ര. ഹല്ലേലൂയ. ആരുടെയൊക്കെ ഉള്ളിനകത്തേക്ക് ഈ വചനത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തെ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ പകരികയാ. സ്തോത്ര. ഇന്ന് ആരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, പ്രതികൂലത്തിന്റെ നടുവിൽ, ഹൃദയത്തിന്റെ വേദനയുടെ നടുവിൽ, നീ കടന്നു വന്ന പ്രശ്നത്തിന്റെ നടുവിൽ, പ്രിയ ദൈവ പൈതലേ, സ്തോത്ര, മറ്റുള്ള നിന്നെ പകയ്ക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ള നിന്നെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നീ തനിച്ചല്ല. സ്തോത്ര. ഹല്ലേലൂയ. സർവശക്തനായ ദൈവ കൂടെയുണ്ട്. സർവ കൃപാലുവായിരിക്കുന്ന ദൈവ കൂടെയുണ്ട്. അതേ സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്ന കർത്താവ് കൂടെയുണ്ട്. ഒരു മനുഷ്യൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ല യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. ഇവിടെ കാണുന്ന ഏതൊക്കെ ഒരു സന്ദർഭത്തിലെന്ന് മാത്രമല്ല, ലോക അവസാനത്തോളം, ഹല്ലേലൂയ, എല്ലാ നാളും ഏതെങ്കിലും ഒരു ടൈമിലല്ല പ്രിയ ദൈവമക്കളെ, എല്ലാ നാളും, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നിന്റെ കൂടെയുണ്ടോ, നീ ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാം. നിന്റെ പടക് മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തീ വീണു പോയാൽ അത് ദഹിപ്പിച്ച് കളയത്തില്ല. അതെ, നീ വെന്തു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു സിംഹത്തിന് നിന്നെ കടിച്ചു കീറാൻ വിട്ടുകൊടുക്കത്തില്ല. അതെ, മറ്റുള്ളവര് മുമ്പേ ഒരു നിന്നയാക്കി ദൈവം നിർത്തുവാൻ ദൈവം വിട്ടുകൊടുക്കും
കൊടുക്കത്തില്ല. അതേ, ചിലതൊക്കെ വന്നു ഭവിക്കുമെന്നതിന്റെ തലേ രാത്രി ഹല്ലേലൂയ ദൈവജനത്തെ വിടുവിച്ചുവെങ്കിൽ ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിടുതന്റെ പ്രഭാതമത്രേ. ചിലതൊക്കെ നിനക്ക് വന്ന് ഭവിക്കാം, ചിലതൊക്കെ കണ്ട് സന്തോഷിക്കുവാൻ നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ ജയത്തോടെ നടത്തുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക. ആ കർത്താവ് നിന്നെ കരം പിടിച്ച് എത്തേണ്ടടുത്ത് എത്തിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് അരുളിച്ചത് കർത്താവേ, ഈ വചനത്തെ, ഈ വാഗ്ദത്ത വചനത്താൽ കർത്താവേ അപ്പാ ഹല്ലേലൂയ ഹൃദയവേദനയോടെ സകല ഭയത്തോടും ആയിരിക്കുന്ന ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന, രോഗത്തിന്റെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് ആശ്വാസമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലാ അവര് തനിച്ചല്ല, കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു ബലം കർത്താവേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അവര് തിരിച്ചറിയട്ടെ കർത്താവേ. അപ്പന്റെ അത്ഭുതത്തിന്റെ ജലത്തിന്റെ മേൽ വെളിപ്പെടണം. പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കണം കർത്താവേ. സാഹചര്യങ്ങൾ എന്തായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയുന്ന, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന സർവകൃപാലുവായിരിക്കുന്ന ദൈവത്തിന്റെ കരം കർത്താവേ തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ നടക്കണം, വിടുതലുകൾ നടക്കണം. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവർ ആഴമായിട്ട് വളർന്നു വരുക. തന്റെ ജനത്തെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര, സകലമാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.